ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ല നാടൻ പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് PDF ഉണ്ടാക്കിയാലോ. അതിനകത്ത് ഇതേപോലെ ക്ലീൻ ചെയ്ത പോത്തിറച്ചിയിലേക്ക് നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ആവശ്യത്തിനായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ഇട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളവും ബീഫും കൂടെ സെപ്പറേറ്റ് നമ്മൾ മാറ്റി വെക്കണം. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഗരം മസാല അല്ലേ അത് കുറച്ച് ഇടുന്നുള്ളൂ. കാരണം നമ്മൾ ബീഫ് മസാല ഇടുന്നുണ്ട്. അങ്ങനെ ഗരം മസാലയും ബീഫ് മസാലയും മുളക് പൊടി മഞ്ഞപ്പൊടി നമ്മുടെ കുരുമുളക് പൊടി ആവശ്യത്തിന് പെരുംജീരക പിന്നെ കുത്തുമുളക് പൊടിയില്ല അതും പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ നമ്മുടെ കോൺഫ്ലവർ പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പോത്തിറച്ചിയുടെ വെള്ളമില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മറ്റേ ആ കോൺഫ്ലവറിൻ്റെ ഇതില്ലേ കട്ടയായിട്ടിരിക്കുക. അത് കാരണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ബീഫിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കറിവേപ്പില വറുത്തുകോരി അതിൽ തന്നെ നമ്മൾ പച്ചമുളകും കൂടെ വറുത്തുകോരി മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മുടെ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ആ പോത്തില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്ത് ഇതേ സെറ്റപ്പിൽ വറുത്തുകോരി എടുക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്കിത് നോമ്പായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഞാനും കുട്ടാപ്പി. അപ്പോൾ ഞങ്ങൾ ഈന്തപ്പഴവും പിന്നെ ജ്യൂസും കുടിച്ച് നോമ്പ് തുറന്നേ. അപ്പോൾ ആ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത് ഈ PDF-ഉം പത്തിരിയൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ ഇന്ന് വല്യമ്മയൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മയൊക്കെ നാട്ടിലല്ലേ. അപ്പോൾ ഞങ്ങൾ സാധാരണ നോമ്പ് പിടിക്കണം, ഞങ്ങൾ ക്രിസ്ത്യനാണ്, പക്ഷെ ഞങ്ങൾ നോമ്പ് പിടിക്കണം. നോമ്പ് പിടിക്കുമ്പോൾ ഭയങ്കര മനസ്സിനൊക്കെ ഭയങ്കര സമാധാനം, ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാവേ. അത് ചുമ്മാ കഴിച്ചാൽ തരാം. കൊള്ളാം, പൊളി. കടയിൽ നിന്ന് മേടിച്ചാണോ നല്ലത്, കടയിൽ നിന്ന് മേടിക്കണതാണോ നല്ലത്, ഇതാണോ നല്ലത്? ഇത് പൊളിയല്ല, നീ ചുമ്മാ പറയുന്നല്ലോ.